മലയാള സിനിമയിൽ റീ റിലീസുകളുടെ കാലമാണിപ്പോൾ. ഒരു കാലത്ത് സൂപ്പർ ഹിറ്റായതും പ്രേക്ഷക ശ്രദ്ധ കിട്ടിയതുമായ നിരവധി ചിത്രങ്ങൾ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുകയാണ്. നൂതന സാങ്കേതിക മികവിന്റെ വീണ്ടുമെത്തിയ ചിത്രങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് വരാനുള്ളത്. റിലീസ് ചിത്രങ്ങളുടെ ലിസ്റ്റിലേക്ക് സമ്മറിൻ ബത്ലേഹം വരികയാണ്. സുരേഷ് ഗോപിയും മഞ്ജു വാര്യരും മോഹൻലാലും അടക്കം നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ വിശേഷം പങ്കുവച്ചിരിക്കുന്നത്. നിമിഷ നേരം കൊണ്ട് തന്നെ പോസ്റ്റ് വൈറലായി മാറി. ഡിസംബർ 12-നാണ് ചിത്രം എത്തുന്നത്. 27 വർഷത്തിന് ശേഷമാണ് രവിശങ്കറും ഡെന്നീസും നിരഞ്ജനും ആമിയും എല്ലാം ബിഗ് സ്ക്രീനിൽ വീണ്ടും കാണാം. രവിശങ്കറിന് പൂച്ച അയച്ചത് ആരാണെന്ന് ഇന്നും പിടികിട്ടാത്ത രഹസ്യമാണ്. റീ റിലീസ് ചർച്ചകൾ സജീവമായപ്പോൾ താരങ്ങളുടെയും സംവിധായകന്റെയും അഭിമുഖങ്ങളും ശ്രദ്ധേയമായി കൊണ്ടിരിക്കുകയാണ്. തമിഴിൽ ചെയ്യാനിരുന്ന സിനിമ മലയാളത്തിൽ എത്തിയതും മോഹൻലാലിന്റെ അതിഥി വേഷമൊക്കെ സിബി മലയിൽ മുമ്പ് സംസാരിച്ചിരുന്നു. ചിത്രത്തിലേക്ക് മോഹൻലാലിനെ നിർദ്ദേശിച്ചത് സുരേഷ് ഗോപിയായിരുന്നു. നിരഞ്ജൻ എന്ന ക്യാരക്ടറിനെ ആളെ കിട്ടില്ല. ആരെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു. കമലഹാസനെ നോക്കിയാലോ എന്നുണ്ടെന്ന് സിബി പറഞ്ഞു. മോഹൻലാൽ നിരഞ്ജനാവുന്നത് നല്ലത്. ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അദ്ദേഹമല്ലാതെ മറ്റാരും കഴിയില്ലെന്ന് സുരേഷ് ഗോപിയുടെ മറുപടി. ലാൽ വന്നാൽ ചിത്രം സൂപ്പർ ഹിറ്റാവുമെന്നും അദ്ദേഹം പ്രവചിച്ചു. ആ വാക്കുകൾ പൊന്നായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ജയറാമും സുരേഷ് ഗോപിയായിരുന്നു ചിത്രത്തിന്റെ രണ്ടാം പകുതി വരെ തിളങ്ങിയത്. ക്ലൈമാക്സിൽ മോഹൻലാലിന്റെ വരവ്. നിരഞ്ജൻ എന്ന ജയിൽ പുള്ളിയെ അദ്ദേഹം ജീവിക്കുകയായിരുന്നു. മോഹൻലാൽ ചിത്രത്തിനുണ്ട വിവരങ്ങളൊന്നും നേരത്തെ പുറത്തുവിട്ടിരുന്നില്ല. പെട്ടെന്ന് അദ്ദേഹത്തിനെ സ്ക്രീനിൽ കണ്ടപ്പോൾ പ്രേക്ഷകരെല്ലാം അമ്പരപ്പായിരുന്നു. ആ ഭാവങ്ങൾ താൻ ഓർത്തിരിക്കുന്നു എന്ന് സിബിമൊഴി പറയുന്നു. അതിഥി താരമെത്തി സിനിമ തന്റേതാക്കി മാറ്റുകയാണ് മോഹൻലാൽ. മോഹൻലാലിനെ കാണിക്കുന്ന സമയത്തുള്ള മ്യൂസിക്കും തനിക്ക് പ്രിയപ്പെട്ടതാണെന്നും ആ രംഗം കാണുമ്പോൾ രോമാഞ്ചം വരാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബാംഗ്ലൂർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ശേഷമാണ് മോഹൻലാൽ ഈ ചിത്രത്തേക്ക് ചെയ്തത്. മഞ്ജു വാര്യരെ നായികയാക്കി തമിഴിൽ ചെയ്യാതിരുന്ന ചിത്രം പിന്നീട് മലയാളത്തിലേക്ക് മാറുകയായിരുന്നു. ഡെന്നീസിനെ അവതരിപ്പിക്കാനായി പ്രഭുവിനെയായിരുന്നു സമീപിച്ചതെന്നാണ് തീരുമാനിച്ചത്. മഞ്ജുവും പ്രഭുവും ഒന്നിച്ചുള്ള ചില രംഗങ്ങൾ ചിത്രീകരിച്ചു. നിർമ്മാതാവുമായി ചില പ്രശ്നങ്ങൾ വന്നതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. സിയാദ് കോക്കറിന്റെ വരവോടെ ചിത്രം മലയാളത്തിൽ ചെയ്യാൻ ധാരണയായി. ഹരികൃഷ്ണനൊപ്പമായിരുന്നു സമ്മറിൻ ബത്ലേഹം റിലീസ് ചെയ്തത്. മോഹൻലാലിനോടും മമ്മൂട്ടിയും മത്സരിച്ച് അഭിനയിച്ച ചിത്രത്തിനൊപ്പം മത്സരം ശരിയാവുമെന്ന ആശങ്കയിലായിരുന്നു പലരും. എന്നാൽ ഇരു ചിത്രവും ബോക്സ് ഓഫീസിൽ മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്.